കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കയറി യുവാക്കൾക്കെതിരെ കേസെടുത്ത് വനം വകുപ്പ്. വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറിയതിനാണ് കേസെടുത്തത്. നിലവിൽ 3 പേരും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രിയാണ് വനത്തിൽ നിന്നും 3 യുവാക്കളെ രക്ഷപ്പെടുത്തിയത്. ആളറിയാതെ കയറി കുടുങ്ങിയവരുടെ കരച്ചിൽ കേട്ട് പിന്നീട് നാട്ടുകാരും വനം വകുപ്പും നടത്തിയ തെരച്ചിലാണ് ആളുകളെ കണ്ടെത്തിയത്. പുറത്തെത്തിച്ചപ്പോഴേക്കും കേസായിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് 3 യുവാക്കൾ വിലങ്ങാട് വനത്തിനുള്ളിൽ കുടുങ്ങിയത്. വൈകുന്നേരം 7 മണിയോടെ കാട്ടിനുള്ളിൽ നിന്ന് വെളിച്ചവും ശബ്ദവും കേട്ടതോടെ നാട്ടുകാർ വനം വകുപ്പിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെ വനം വകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചു. വാളൂക്ക് വനത്തിന് സമീപം യുവാക്കളുടേതെന്ന് സംശയിക്കുന്ന 2 ബൈക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ വനത്തിനുള്ളിൽ ആരോ അകപ്പെട്ടു എന്ന് ഉറപ്പിക്കുകയായിരുന്നു. കോടമഞ്ഞും പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘടമായ പ്രദേശവും രാത്രിയിലെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. കണ്ണവം വനത്തിൽ നിന്നെത്തുന്ന കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് ഈ മേഖല എന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചു. കുത്തനെയുള്ള കയറ്റവും പാറക്കെട്ടുകളും പ്രതിസന്ധിയായി. 12 സംഘങ്ങളായി തിരിഞ്ഞാണ് വനം വകുപ്പ് തിരച്ചിൽ നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ 3 യുവാക്കളെയും കണ്ടുകിട്ടി. വാളൂക്ക് അത്തായക്കൊത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് വനം വകുപ്പ് സംഘം 3 പേരെയും കണ്ടെത്തിയത്. വടകര കുരിക്കിലാട് സ്വദേശികളായ യുവാക്കൾ വിനോദസഞ്ചാരത്തിന് എത്തിയതാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. കാട് കാണുന്നതിനിടെ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ പരിഭ്രാന്തരാവുകയായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ വഴിതെറ്റി ഉൾക്കാട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നും യുവാക്കൾ പറഞ്ഞു. സംരക്ഷിത വനമേഖലയിൽ അതിക്രമിച്ച് കയറിയതിന് കേസെടുത്തിരിക്കുകയാണ് വനം വകുപ്പ്. കുറ്റ്യാടി ഫോറസ്റ്റ് അധികൃതരാണ് യുവാക്കൾക്കെതിരെ കേസെടുത്തത്. അനധികൃതമായി വനത്തിൽ അതിക്രമിച്ചു കയറി എന്ന കുറ്റമാണ് ചുമത്തിയത്. 6 മാസം തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെയുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം യുവാക്കളെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.